ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ, കറന്റ് എനർജി ലെവൽ ഏത് രീതിയിലാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരെ നിങ്ങൾ അറിയരുത്, അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കാതെ അവരുടെ മനസ്സിൽ തന്നെ മറഞ്ഞിരിക്കുന്ന ആ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്, നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർക്കുക, അവരുടെ മുഖം മനസ്സിലേക്ക് ഓർക്കുക, പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പേജ് ഓഫ് പെൻഡക്കിൾസ്, ഹെർമിറ്റ് എനർജി, Knight of Cups, Four of Wands, Eight of Cups, Three of Cups, Two of Wands, King of Swords, Six of Cups, Five of Cups, Page of Wands, the Emperor, the Fool energy, Page of Swords, Seven of Wands, Three of Wands, the Tower, Three of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും എനർജി ലെവലും പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ്. ഒരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടുപേർക്കും ഒരു കാര്യങ്ങളും അറിയാൻ പറ്റാത്തൊരവസ്ഥ. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് കോംപ്രമൈസോ കാര്യങ്ങളോ ഒക്കെ പേരുടെ ഭാഗത്തു നിന്നും ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ഒരു സമയത്ത്. പക്ഷെ ഇപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് യാതൊരുവിധ ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു നിലച്ചു നിൽക്കുന്ന അവസ്ഥയായിട്ട് തന്നെയാണ് കാണുന്നത്. അതിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് കണക്ട് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണിത്. ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പ് വീണ്ടും തിരികെ വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടേത്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മറ്റൊരു തരത്തിലാണ് ഈ ഒരു വ്യക്തി. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു അവസ്ഥ, സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരോടോ ഒക്കെ പറയുന്നുണ്ടായിരിക്കും, ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഇനിയും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എനർജിയിൽ Three of Swords തന്നെയാണ്. കാരണം അവർ നെഞ്ചു പൊട്ടി കരയുന്ന ഒരു സീൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ എന്തായാലും നിങ്ങളുടെ പേഴ്സണെ മാനസികപരമായിട്ട് വളരെയധികം തളർത്തുന്നുണ്ട്. പക്ഷേ ഇത് മറ്റാരിലേക്കും സ്പ്രെഡ് ആകുന്നില്ല. കാരണം നിങ്ങളുടെ വ്യക്തി എംപറർ എനർജിയാണ് വന്നിരിക്കുന്നത്. കുറച്ചൊരു സെൽഫിഷ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. സെൽഫിഷ് പേഴ്സൺ എന്നുള്ളത് മാത്രമല്ല, അവര് അവരുടെ ഉള്ളിലെ ഫീലിങ്സ് ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തികളല്ല. നിങ്ങൾ ചിലപ്പോൾ എല്ലാവരോടും എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ ഇവർ അങ്ങനെയല്ല. ദേഷ്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഷോർട്ട് ടെമ്പേർഡ് ഒക്കെ ആകുമെങ്കിൽ പോലും എല്ലാവരോടും ചാടിക്കയറി ദേഷ്യപ്പെടുകയുമല്ല. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിലായിരിക്കും അവർ ദേഷ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരിലേക്കും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല അവരുടേത്.
പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചിലവരുടെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെയൊക്കെ കാണിക്കുന്നുണ്ട്. മറ്റു ചിലവരുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ വളരെയധികം വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അഭിപ്രായ ഭിന്നതകളിൽ നിങ്ങൾക്ക് കുറച്ചൊരു സൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭാഗം നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇതുവരെ നോക്കി കാണില്ല. ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടർ കൊണ്ടിട്ട് നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അവരേക്കാൾ മുകളിലേക്ക് നിങ്ങൾ പോകുന്നു എന്നൊരു ചിന്തയൊക്കെ അവരിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിൽക്കുന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ടവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ദൈവികമായ ഒരു തിരിച്ചടിയാണ് നേരിട്ട് നിൽക്കുന്നത്. ഒരു കർമ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു കർമ്മയായിട്ട് തന്നെ പറയാം. പക്ഷെ ഒരു ദൈവികമായ ഉൾവിളി അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് അവരിലേക്ക് വന്നിരിക്കുന്നു. ആ ഒരു തിരിച്ചറിവ് അവരിലേക്ക് വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ തല ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർ ഈ റിലേഷൻഷിപ്പിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോൾ ഒരു മാനസികപരമായിട്ട് ആ അകൽച്ച അവരെ വല്ലാതെ തളർത്തി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇവര് പുറത്തേക്ക് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആദ്യമേ തന്നെ നോക്കിയതും ആ ഒരു രീതിയിലാണ്. നിങ്ങളുടെ പേഴ്സൺ പുറത്തേക്ക് അറിയിക്കാതെ മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സ്, കാര്യങ്ങൾ, തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ക്ലിയർ ആയിട്ട് തന്നെയാണ് ആ ഒരു എനർജി കിട്ടിയിരിക്കുന്നത്. ഇവർ പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾ തന്നെയാണ് എന്നുള്ളത്. അതിനൊരു ഉദാഹരണം എന്നുള്ള രീതിക്ക് നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. കാരണം ഇവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്ന പേജ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ഇവർ ഒരു രീതിക്കും ഇവരുടെ എനർജീസ് അല്ലെങ്കിൽ ഇവരുടെ ഫീലിങ്സ് യാതൊരു രീതിക്കും പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ലാത്ത രീതിയിൽ നെഞ്ചോട് ചേർത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്തൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന ഒരു രീതിയാണ് ഈ ഒരു പേഴ്സന്റേത്. ഒന്നെന്ന് പറയുന്നത് ഇവരുടെ ക്യാരക്ടറിലുള്ള ഈ ഒരു സ്വഭാവം. രണ്ടെന്ന് പറയുന്നത് ഇവർ ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു മെന്റാലിറ്റി. ആ ഒരു രീതിയിലാണ് എങ്കിൽ പോലും ഇവരുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒരു എനർജി അവരുടെ ഉള്ളിലേക്കാണല്ലോ നോക്കുന്നത്. അപ്പൊ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഹെർമിറ്റ് എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. കൂടെ ആരും ഇല്ല. ഒന്ന് ഇവരുടെ ക്യാരക്ടർ കൊണ്ട് തന്നെ ആയിരിക്കാം. ഇവരുടെ ഈ ഒരു രീതികൾ ചിലപ്പോൾ എല്ലാവർക്കും പൊരുത്തപ്പെട്ട് പോകാനായിട്ട് പറ്റില്ലാത്ത ഒരു രീതിയായിരിക്കും. പക്ഷെ നിങ്ങൾ ഇവരുമായിട്ട് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു നല്ല ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും മോശം ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും അതിനെല്ലാം ഉൾക്കൊണ്ടിട്ട് തന്നെ ഈ ഒരു ബന്ധത്തിലേക്ക് വന്ന വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവും അതിൻ്റെതായ ഒരു ക്ഷമാശീലവും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാവർക്കും അത് കാണണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങളിപ്പോ ഇവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ആ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു ദൈവികപരമായിട്ടുള്ള ഉൾവിളി, അവർ വിശ്വസിക്കുന്ന ഒരു ദൈവിക ശക്തി അവർക്ക് ആ ഒരു സമയത്ത് ഒരു ഉൾവിളി പോലെ അവരുടെ ഉള്ളിലേക്ക് തോന്നിപ്പിച്ചിരിക്കുന്നു. അതിന്റെ കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴേക്കും അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന സാഹചര്യം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പോലുമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഈ ഒരു മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു ഇരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതിൽ ആദ്യമേ തന്നെ അവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം. എങ്ങനെയാണോ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഈ ഒരു വ്യക്തി കടന്നു വന്നത് അതേ രീതിയിൽ തന്നെ വീണ്ടും അതെല്ലാം ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യണം. റീക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ബൊക്കെ ആയിട്ടാണ് അവർ വന്നിരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ, സ്നേഹം നിങ്ങളുടെ അടുത്ത് നേരിട്ട് ഒന്നുമില്ലാതെ നേരെ വന്ന് പറഞ്ഞിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ലെറ്റർ ആയിട്ടാണ് നിങ്ങൾക്ക് തന്നിരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ലെറ്റർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലവ് ലെറ്റർ പോലെയൊക്കെയാണ് നിങ്ങൾ പ്രപ്പോസ് ചെയ്തിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും അതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണോ ഇത് നേരത്തെ ചെയ്തിരുന്നത് അതുപോലെ തന്നെ വീണ്ടും ഒന്നുകൂടെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണിത്. അങ്ങനെ അവർ ആഗ്രഹിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ ഈ ഒരു സമയത്താണ് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെന്ന് പറയുന്ന ആ ഒരു പേഴ്സണെ ഏറ്റവും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളാണ്. അവരുടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ എല്ലാ സ്റ്റേജിലും നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു സപ്പോർട്ട് മറ്റാരിൽ നിന്നും അവർക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ലഭിച്ചിട്ടുമില്ല, ഇപ്പോഴും ലഭിക്കുന്നുമില്ല. ഈ ഒരു തിരിച്ചറിവുകളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ടിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് അവരുടെ ചിന്തകളെ മാറ്റിയിരിക്കുന്നത്. ഈ ഒരു തോട്ട്സ് ഒക്കെ അവരുടെ മൈൻഡിലേക്ക് വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എഗെയിൻ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണമെന്ന് ഇവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിലേക്ക് പോകാൻ നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോണ്ടിങ് നിങ്ങൾക്കിടയിൽ കൊണ്ടുവരണമെന്നും, നിങ്ങളിപ്പോൾ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു തടസ്സങ്ങളൊന്നും അവർ കാര്യമാക്കുന്നില്ല.
അവർക്ക് നിങ്ങളെയാണ് വേണ്ടത്. തടസ്സങ്ങളെല്ലാം ഒരു സെക്കൻഡറിയോ അല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷനോ ഒക്കെ ആയിട്ട് അവർ മാറ്റി വെക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാനും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സെലിബ്രേഷൻ കൊണ്ടുവരാനും ഒരു ആഘോഷം കൊണ്ടുവരാനും സ്വയം തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അവരിപ്പോ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും അവർക്ക് മാറിപ്പോകണം, അല്ലെങ്കിൽ അവർ മാറിപ്പോയി തുടങ്ങിയിരിക്കുകയാണ്. ഒറ്റക്ക് ജീവിച്ച് മടുത്തു പോയ ഒരു വ്യക്തികൾ എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഇവർക്ക് ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ രീതിക്കും ഇവർ ഒറ്റക്കായിരിക്കും. ഇവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനോ കാര്യങ്ങൾക്കോ ഇവർക്ക് ആ ഒരു ബോണ്ടിങ് കിട്ടുന്ന ആരും ഇവരുടെ ലൈഫിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള ബന്ധമാണോ ആ ഒരു രീതിയായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഹസ്ബൻഡ് ആൻഡ് വൈഫോ ലവേഴ്സോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തെടുക്കുക. കാരണം കണക്ട് ചെയ്യാൻ പറയാൻ കാരണം നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് വല്ലാത്തൊരു ബോണ്ടിങ് ഉണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട് നിങ്ങൾക്കിടയിൽ. നിങ്ങൾക്ക് ഇവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, ഇവർക്കും നിങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. എന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ വന്നത് കൊണ്ടിട്ട് മാനസികപരമായിട്ട് നിങ്ങൾ ഒരുപാട് തകർന്നു പോയിട്ടുണ്ട്. ഇവരും ഇപ്പോൾ ഒരുപാട് തകർന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു തകർന്ന അവസ്ഥയിൽ ഈ ഒരു ചിന്തകളൊക്കെ ഇവരിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാരക്ടറിനെല്ലാം ഒരു ചേഞ്ച് വരുത്തിയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് എത്രയും വേഗം ഒന്ന് മാറിപ്പോകണം. സമാധാനപരമായ ഒരു അന്തരീക്ഷം ജീവിതത്തിൽ എത്രയും വേഗം ലഭിക്കണം. ആ ഒരു സമാധാനപരമായ അന്തരീക്ഷം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക. ആ ഒരു രീതിയിലാണ് ഇവരുടെ ഫീലിങ്സ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കൂടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ രീതിക്കും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഫ്രണ്ട്സ് ഇവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെയും ഇവർക്ക് ആ ഒരു ഫീലിങ്സ് മറ്റുള്ളവരിൽ നിന്നും അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. എവിടെയോ ഒരു ഹോപ്പ് വെച്ചിട്ടാണ് ഇവർ ഇപ്പോഴും നിൽക്കുന്നത്. ആ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്തകളിൽ തന്നെ ഉടക്കി നിൽക്കുന്ന അവസ്ഥയാണ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പക്ഷെ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സന്റെ കാര്യങ്ങൾ ഒന്നും അറിയാനുണ്ടാവില്ല. പക്ഷെ ഇവർ തീർച്ചയായിട്ടും നിങ്ങളെ ചേസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ മൂവ്മെന്റ്സ്, നിങ്ങളുടെ നീക്കങ്ങൾ, നിങ്ങൾ എവിടെയാണെങ്കിലും ഭൂമിയുടെ ഏതറ്റത്താണ് നിങ്ങളെങ്കിലും ഇവർ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. അത് ഇവർക്ക് പല പല സോഴ്സുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അറിയാനായിട്ട്. നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലായിരിക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർ ഒഫീഷ്യൽ കാര്യങ്ങൾ വഴിയായിരിക്കാം. ഇവർ ബുദ്ധി പ്രയോഗിച്ചിട്ട് എല്ലാ രീതിക്കും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ വാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു വാച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പെയിൻ, ഇതെല്ലാം ഇവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് നിങ്ങളിലേക്ക് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇവർക്കും അതേ ഫീലിങ്സ് ആണ് എന്നുള്ളതും അല്ലെങ്കിൽ ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ളതും പെട്ടെന്ന് നിങ്ങളോട് പറയാനായിട്ട് ഇവരുടെ ഒരു ഈഗോ സമ്മതിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അവർക്ക് കുറച്ചൊരു സെൽഫിഷ് മെന്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരാനും അല്ലെങ്കിൽ അതേ രീതിയിൽ നിങ്ങളുടെ അടുത്ത് എല്ലാം പറയാനും ഒന്നും ഇവർക്ക് പറ്റുന്നില്ല. പക്ഷേ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം കൊണ്ടുവരണം. പക്ഷെ അത് ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെ പറ്റി ഇവർ ഭയങ്കരമായിട്ട് think ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. എന്തൊക്കെ രീതിയിൽ think ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിലൊരു വിജയം കൈവരിക്കാൻ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കിങ് ഓഫ് സോഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബുദ്ധിപൂർവമായ നീക്കത്തിലൂടെ ഒരു വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ തല കുനിക്കാനും പാടില്ല, നിങ്ങളുടെ മുന്നിൽ തോറ്റു എന്നൊരു ചിന്ത ഇവരുടെ മനസ്സിൽ തോന്നാനും പാടില്ല. അതേ രീതിയിൽ ഇതിനെ റീക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനൊക്കെ ആയിട്ട് വീണ്ടും വരുന്ന ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ചിലപ്പോൾ ഇവർ വരുന്ന സമയത്ത്. നിങ്ങൾ വീണ്ടും ആ ഒരു രീതിക്ക് പ്രപ്പോസ് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട്. ഇവർ ഒരിക്കലും ചീറ്റ് ചെയ്യുക എന്നുള്ള മെന്റാലിറ്റിയിലല്ല ഈ ഒരു രീതിക്ക് ചിന്തിക്കുന്നത്. ഇവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ള ആളാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. okay ഇവർക്ക് നിങ്ങൾ ഒരുപാട് എന്തായാലും മിസ് ചെയ്യുന്നുണ്ട്. ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഇവരുടെ കൂടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു സ്നേഹം ഒന്നും ഇവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ല. ആ ഒരു ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ എത്രത്തോളം സ്നേഹം ഇവരിലേക്ക് നീട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ അതിനെ എല്ലാം തന്നെ കമഴ്ത്തി ഒഴിച്ച് കളയുകയാണ്. അവർക്ക് അതൊന്നും വേണ്ട. ഇവർക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം തന്നെയാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ മൂല്യം എന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു രീതിയിൽ think ചെയ്യുന്നത്. nostalgia card തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് നല്ല നല്ല മൊമെന്റ്സുകൾ ചിലപ്പോൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രശ്നങ്ങളിലേക്ക് പോയപ്പോൾ മോശം മൊമെന്റ്സ് ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഒരുപാട് നല്ല മൊമെന്റ്സും ഉണ്ടാവും. ഇനി ചിലവരുടെ കേസിൽ ഒരുപാടില്ലെങ്കിലും ഉണ്ടായിരിക്കുന്ന ആ ഒരു നല്ല നല്ല 2-3 കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഒരിക്കലും മായാത്ത രീതിയിലുള്ള ഒരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരിക്കും. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ ഇവരുടെ മനസ്സ് ഇപ്പൊ സഞ്ചരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലേക്കെല്ലാം മനസ്സ് സഞ്ചരിക്കുമ്പോൾ ഇവർ അവിടെ നിന്ന് മനസ്സിലാക്കുന്ന പാഠം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് തന്നെയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ പാത്രം അറിഞ്ഞ് തന്നെയാണ് വിളമ്പേണ്ടത്. ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കാതെ
മറ്റൊരു സമയത്താണ് അത് എടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു value ഉണ്ടാവില്ല. അതായത് വിശന്നിരിക്കുന്നവനാണ് അപ്പോഴാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. വിശപ്പ് മാറിയിട്ട് പിന്നെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നത് പോലെ. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഇപ്പോൾ വേദനിച്ച ആ ഒരു വേദനയുടെ അറ്റത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെയാണ് ഇവർ നിങ്ങളുടെ relationship ലേക്ക് തിരികെ വരേണ്ടത്. അല്ലാതെ നിങ്ങളുടെ വേദനകൾ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ മനസ്സ് പാകപ്പെടുത്തി എന്തെങ്കിലും രീതിയിലേക്ക് എത്തിയിട്ട് പിന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ ഒരു value ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു വരവിന് വേണ്ടിയിട്ട് എത്ര രീതിക്കാണെങ്കിലും ബുദ്ധി പ്രയോഗിച്ച് വരണമെന്നും അതും നിങ്ങളുടെ മനസ്സിനെ ആ ഒരു നിങ്ങൾക്ക് ഏറ്റിരിക്കുന്ന ആ ഒരു വേദനയെ എല്ലാം മാറ്റുന്ന രീതിയിൽ വീണ്ടും ആ ഒരു പഴയ കാലത്തിനെ create ചെയ്തിട്ട് അതേ രീതിക്ക് തന്നെ നിങ്ങളെ propose ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു mentality എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിൽ ആ ഒരു പ്രണയം തന്നെയാണ്. ഇവർ expressive അല്ല എങ്കിൽ പോലും ഇവരുടെ ഉള്ളിൽ ആ ഒരു romance കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന person തന്നെയാണ്. ചിലപ്പോൾ relationship ന്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇവർ ഭയങ്കരമായിട്ട് express ചെയ്യുന്ന വ്യക്തികളായിരുന്നിരിക്കാം. പിന്നെ പിന്നെ ആയിരിക്കാം മാറിപ്പോയിട്ടുണ്ടാവുക. അപ്പൊ family life ഒക്കെ ആണെങ്കിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന പ്രണയം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഭാര്യയിൽ നിന്നാണെങ്കിലും ഭർത്താവിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ലഭിക്കുന്നില്ല. മറ്റെന്തെങ്കിലും situations വന്ന് മാറിപ്പോയ അവസ്ഥയാണെങ്കിൽ ഇപ്പൊ ഇവർക്ക് ഈ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഇപ്പൊ ചിന്തിക്കുന്നത് ആ ഒരു പഴയ മനുഷ്യൻ എങ്ങനെ ആയിരുന്നോ അതേ രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തണം. കാരണം ആ ഒരു മൂല്യം മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു രീതിക്ക് ചിന്തിക്കുന്നത്. എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇതിലൊരു വിജയം കൈവരിക്കണം. കമ്മ്യൂണിക്കേഷൻ കാർഡ് ആണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കാനായിട്ട് ഇവർ മനസ്സുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ആഗ്രഹത്തിലൂടെ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു പരിവർത്തനം ഇപ്പോൾ സംഭവിച്ചു നിൽക്കുന്ന എനർജി തന്നെ കാണിക്കുന്നത്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് നടത്തിയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന തെറ്റിദ്ധാരണകൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ നിൽക്കുന്നുണ്ട്. വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പരസ്പരം പൂർണ്ണമായിട്ടും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയതിന് ശേഷം ഇതിനെ ഒരു ഘടനയിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു relationship നെ ആ ഒരു രീതിക്ക് ഘടനയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതിലൊരു പുതിയ തുടക്കം വേണം. ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു universe നെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. കാരണം ഒരു once ഒന്ന് breakup ആയ situation തന്നെയാണ് നിങ്ങളുടെ relationship ന്റേത്. ചിലപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇനി അവർ മുന്നോട്ടേക്ക് എടുക്കാൻ പോകുന്ന തീരുമാനം എന്ന് പറയുന്നത് ഇനിയുള്ള തീരുമാനത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവരുത്. ഇതിനു മുമ്പ് നിങ്ങളുടെ relationship ൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. വീണ്ടും നിങ്ങൾ connect ആവുന്നു. വീണ്ടും പഴയ പോലെ തന്നെ ആവർത്തിക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവർ ചിന്തിക്കുന്നത് ഇനി മുന്നോട്ടേക്ക് വരുമ്പോൾ വീണ്ടും ആ ഒരു past effect ആവരുത്. അല്ലെങ്കിൽ ആ ഒരു past ഇനിയും കേറി വരരുത്. ചിലപ്പോൾ നിങ്ങളുടെ person ഉം നിങ്ങളും ഒക്കെ കുറച്ചൊരു matured ആയ വ്യക്തികളായിരിക്കും. ഒരു teenage വ്യക്തികളായിരിക്കില്ല നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്കുള്ള life എന്ന് പറയുന്നത് കുറച്ചുകൂടെ maturity യോട് കൂടി handle ചെയ്യാനായിട്ട് ഇവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ഇവർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവിതമാകുന്ന ആ ഒരു book ൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ജീവിതം എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള തിരിച്ചറിവ് വന്നു. കാഴ്ചപ്പാടുകൾക്കൊക്കെ വ്യത്യസ്തത കൈവന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ person ൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു ego character ൽ കുറേയധികം change വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് completely താഴ്ന്നു തരിക എന്ന് പറയുന്ന ഒരു mentality ഇവർക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിൽ പോലും അവർ risk എടുക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയാണ് എന്നൊരു തിരിച്ചറിവ് ഇവർക്ക് വന്നിട്ടുണ്ട്. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കാല് തെറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാം തകിടം മറിയും അല്ലെങ്കിൽ നശിച്ചു പോകും. അപ്പൊ അത്രയും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വേണം relationship നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്. once ഒരു breakup situation വന്നിട്ട് അതും trust issues ന്റെ ഭാഗമായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെ യോജിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ ഒരു രീതിയിലേക്കൊന്നും കൂടുതൽ complicated ആക്കാതെ ചിലവരുടെ case ൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അതിനെ കൂടുതൽ complication ലേക്ക് ഇനി കൊണ്ടുപോകാതെ എല്ലാ കാര്യങ്ങളും എല്ലാ truth ഉം നിങ്ങളുടെ മുന്നിലേക്ക് വെളിപ്പെടുത്താനായിട്ട് തന്നെ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ സത്യങ്ങളും നിങ്ങളോട് വെളിപ്പെടുത്തി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് communicate ചെയ്തതിന് ശേഷം ഈ ഒരു relationship ലേക്ക് കടന്നു വരിക. ഒരു ചിന്തയിൽ നിന്ന് അവർ ഒരുപാട് മുന്നോട്ടേക്ക് വരുമ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥയാണ്. നമുക്കിവിടെ കാണാം three of wands ആണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ seven of wands വന്നിട്ടുണ്ട്. manifestation card ആണ്. ഇവർ ഒരുപാട് manifest ചെയ്യുന്നുണ്ട്. ഒരുപാട് pray ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്? അല്ലെങ്കിൽ എന്താണ് ഇതിലൊരു action എടുക്കേണ്ടത്? എന്ത് action ആണെന്നുണ്ടെങ്കിലും വിജയം എന്തായാലും വേണം. ആ ഒരു വിജയം ഇല്ലാതെ ഒരിക്കലും സാധ്യമല്ല. അതിനുവേണ്ടി ഒരുപാട് pray ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥിച്ച് അവർ ആ ഒരു തീരുമാനം എടുത്ത് നിങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും നിങ്ങളിലേക്ക് express ചെയ്യാനോ നിങ്ങളിലേക്ക് പറയാനോ ഇപ്പൊ ഇവർ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവരുടെ വേദന ഇവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്നൊരു ചിന്തയാണ് ഇവർക്ക്. ഇവർ വേദനിക്കുന്നതാണെന്നുണ്ടെങ്കിലും മറ്റെന്ത് situation ആണെങ്കിലും
എല്ലാവരോടും പറഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തികളാണ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിന്തിക്കുന്ന ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ടിട്ട് ഇവർ നിങ്ങളെ ഒരിക്കലും മിസ് ചെയ്യില്ല. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയതല്ലേ എന്നൊക്കെയാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കണക്ട് ആവുകയാണ്, റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ സന്തോഷത്തോടു കൂടി അല്ല ഇരിക്കുന്നത്. ഇവരിപ്പോ ഒരുപാട് വേദനയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് നിങ്ങളിലേക്ക് പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇവരുടെ ഒരു ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു സെൽഫിഷ് മെന്റാലിറ്റി ഒക്കെ ഉള്ള പേഴ്സണാലിറ്റി ആണ് ഇവരുടേതെന്നുണ്ടെങ്കിൽ ഇവരങ്ങനെ എല്ലാം പറയില്ല. പക്ഷെ മനസ്സ് തകർന്ന ഒരു വേദനയിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വേണമെന്ന് മനസ്സുകൊണ്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്. കാരണം ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ കൈവിട്ട് പോകുമ്പോഴാണല്ലോ മനസ്സിന് അത്രത്തോളം ആഘാതം ഏൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഇവർക്ക് എല്ലാ രീതിക്കും കൈവിട്ട് പോയി തുടങ്ങി എന്നൊരു പേടി ഇവരിലേക്ക് നിഴലിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇവർ ഈ ഒരു വേദനിക്കുന്ന സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത്. അപ്പോഴും ആ ഒരു ഇമോഷൻസ് ചേർത്ത് പിടിച്ചിരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണെ വിട്ട് കളയാനായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നിലേക്കും എറിയാനായിട്ടോ ഇവരിപ്പോ ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് തന്നെ വേണം, ആ ഒരു കാര്യങ്ങൾ തിരികെ തന്നെ ലഭിക്കണം എന്നൊരു അവസ്ഥയിൽ തന്നെയാണ് അവർ ഇരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ഒരു രീതിക്ക് മാറിപ്പോകാതിരിക്കാൻ തന്നെയാണ് ഇവർ ഇപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവർ അത് ചെയ്യുകയാണ്. പക്ഷെ മറ്റൊരു രീതിയിൽ മാത്രം. ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നടക്കുന്ന ആ ഒരു ഫീലിങ്സും തോട്ട്സും ഒക്കെ നിഴലിച്ച് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. ഇൻഡ്യൂഷൻ അനുസരിച്ച് പെരുമാറാനായിട്ട് ഇവർ തയ്യാറെടുക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്കും ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ഒരു മദർ യൂണിവേഴ്സിന്റെ എനർജി തന്നെയാണ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും ഒരേപോലത്തെ കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു വിജയം വരാനായിട്ട് പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സക്സസ്, സന്തോഷവും സമൃദ്ധിയും കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ വന്നെത്താനായിട്ട് പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇതൊന്നും നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാതെ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരണം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരണം. ഈ ഒരു രീതിയിലാണ് ഇവർ ചിന്തിച്ചു നിൽക്കുന്നത്. ഈ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവർ നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിച്ച് ഇപ്പോൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ. ഒന്ന് നിങ്ങളോടുള്ള ഒരു അതികഠിനമായ ഒരു വേദന, വിരഹവേദന. മറ്റൊന്ന് നിങ്ങളെ മിസ് ചെയ്യുന്ന ആ ഒരു ഹൈ എനർജി. അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. 3 എന്ന് പറയുന്നത് ഇവരെല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്താൻ തയ്യാറാകുന്ന ഇവരുടെ മനസ്സ്. ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സന്യാസകരമായ അവസ്ഥയാണ്. കാരണം സ്വന്തമായിട്ട് ചെയ്തു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ എല്ലാം സ്വയം തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ. ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഇമോഷൻസ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ആകപ്പാടെ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇവരുടെ ഈഗോ പോയി എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അതിപ്പോ എല്ലാവർക്കും എല്ലാ ക്യാരക്ടറും 100% മാറിയിട്ട് ഒരു റിലേഷൻഷിപ്പും വിജയിക്കില്ല. എന്നാൽ അത് തിരുത്താൻ തയ്യാറാകുമ്പോഴാണ് ആ ഒരു ബന്ധത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണ് ഒരു ഹൈ എനർജി ആയിരുന്നു ഈഗോ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഞാൻ എന്ന ഭാവം ഒക്കെ ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ അവരത് ഒരു പരിധി വരെ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ രീതിക്കും ഒരു തല കുനിക്കാനായിട്ട് ആഗ്രഹിക്കാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഇവർ ഒന്നും അല്ലാതെയായി പോകുമോ എന്നുള്ളൊരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് തന്നെയാണ് ഇവരുടേത്. അത് പക്ഷെ അവരുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമായതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് അതിനെ എത്തിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. റിസ്ക് എടുത്ത് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊരു മെന്റാലിറ്റിയിലേക്ക് എന്തായാലും അവർ എത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് അവരുടെ ക്യാരക്ടറിന് എന്തായാലും ഒത്തിരി ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യിക്കാനുള്ള ഒരു ചേഞ്ചസ് എന്തായാലും അവരിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് അവരിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഒറാക്കിൾ കാർഡ്സ് കൂടെ നോക്കാം. ഇവരുടെ ഒരു ഡീപ്പ് ഫീലിങ്സും കൂടെ. ആക്ഷൻ, ഫ്രീഡം, ഫേറ്റ്, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, തോട്ട്സ്, ഡ്രീം മെസ്സേജസ്, കൺട്രോൾ, കിസ്സസ്, ലവ് ആണ്, അൺകണ്ടീഷണൽ ലവിങ് ആണ് വന്നിരിക്കുന്നത്, ആൻഡ് ഫിയേഴ്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോളജി ആണ്, ഫോർഗീവ്നെസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അപ്പോളജി ചെയ്യാനായിട്ട്
ക്ഷമാപണം നടത്താനായിട്ട് വരാനായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. ഒരുപാട് ഗിൽറ്റി ഫീൽ ഒക്കെ അവർക്ക് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ടെങ്കിലും ഇമോഷണലി അവർ ഒരുപാട് വീക്ക് ആണ്. അതുപോലെ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഒരുപാട് ഭയമൊക്കെ നിഴലിച്ച് നിൽക്കുന്നുണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. കാരണം ഒരു ക്യാരക്ടർ മാറി മറ്റൊരാളിലേക്ക് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരിലും അല്ല അതൊരു ഒരു ടൈം ടേബിൾ പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലൊക്കെ മുന്നോട്ടേക്ക് ലൈഫിനെ കൊണ്ടുപോയ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കരമായിട്ടൊന്ന് പാനിക് ആവും അവര്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണലി കാണിക്കുന്നുണ്ട്. എങ്കിലും അതിനെയും അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവിങ് തന്നെയാണ്. കാരണം നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് അവരുടെ ആ ഒരു ക്യാരക്ടറിനെ പോലും അവർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇമോഷൻസിനെ അവർ കൺട്രോൾ ചെയ്യുന്നതും. അതുപോലെ തന്നെ ഇവിടെ ഫ്രീഡം ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിലൊക്കെ അവരൊരു ഫ്രീഡം നൽകാതെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് അവരിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, ഫേറ്റ് ആണ് വന്നിരിക്കുന്നത്, കർമ്മയാണ്. അവർക്ക് സംഭവിച്ചിരിക്കുന്ന ആ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിന്റെ തിരിച്ചറിവുകൾ കൊണ്ടിട്ട് അവരുടെ മാറ്റങ്ങളിലൂടെ അവർ ഈ ഒരു കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അർഹമായ ഫ്രീഡം നിങ്ങൾക്ക് തന്നെ നൽകണം. അതിലൂടെ നിങ്ങളുടെ ബന്ധത്തിനെ വീണ്ടും മനോഹരം തന്നെ ആക്കണം. ആ ഒരു മനോഹാരിതയിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു പഴയ രീതിയിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിലേക്കൊക്കെ പോകുന്നത് ഓർക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷം ഇവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളും ഇതൊക്കെ തന്നെ ആയിരിക്കാം ആഗ്രഹിച്ചിരുന്നത് എന്നുള്ള ഒരു തോട്ട്സ് ഒക്കെ ഇപ്പോഴാണ് ഇവരുടെ മനസ്സിലേക്ക് നിറയുന്നത്. ഡ്രീം ആൻഡ് മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. ടെലിപതിക് കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്കും ആ ഒരു ടെലിപതിക് കമ്മ്യൂണിക്കേഷൻ എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ഒരു വൈബ്രേഷൻ നിങ്ങളുടെ ഒരു മൈൻഡിലും ബോഡിയിലും ഒക്കെ വരുന്നുണ്ടായിരിക്കാം. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ കണക്ഷന്റെ ഭാഗമായിട്ടാണ്. കാരണം ഇവർ നിങ്ങളെ നിരന്തരമായിട്ട് ഡ്രീം ചെയ്യുന്നുണ്ട്. മനസ്സുകൊണ്ട് ഇവർ നിങ്ങളിലേക്ക് ഒരുപാട് മെസ്സേജസ് പാസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ. അതോടൊപ്പം തന്നെ ഇവരുടെ അൺകണ്ടീഷണൽ ലവും എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ഒരു എനർജിയാണ്. എത്രയും വേഗം റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കണമെന്നും ആ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ന്യൂ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണമെന്നും ആ ഒരു ന്യൂ സൈക്കിളിങ്ങിലൂടെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ സക്സസിലേക്ക് കൊണ്ടുപോകണമെന്നും ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ. വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് നിങ്ങളുടെ പേഴ്സണലി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം പക്ഷെ അവരിപ്പോൾ കൺട്രോൾ ചെയ്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. കൺട്രോൾ ചെയ്യാനുള്ള രണ്ട് മൂന്ന് റീസൺ എന്ന് പറയുന്നത് ഒന്ന് അവരുടെ ക്യാരക്ടർ, മറ്റൊന്നെന്ന് പറയുന്നത് ഇനി ഇത് കൺട്രോൾ ചെയ്ത് ഇവരിൽ തന്നെ നിർത്താതെ സ്പ്രെഡ് ചെയ്ത് എല്ലാവരോടും ഒക്കെ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഉണ്ടാകുമോ, അതിലൂടെ നിങ്ങളെ വീണ്ടും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഇവരുടെ ഒരു ഭയം, ആ ഒരു ഫിയർ ആണ് അവരുടെ ആ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിന്തകൾക്ക് രണ്ടാമത്തെ ഒരു റീസൺ. കാരണം അവരുടെ തോട്ട്സ് ആണ്, ഓവർ തിങ്കിങ് തന്നെയാണ്. ചിലപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം. ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് കൂടെ നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നതിൽ അർത്ഥമുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ഇമോഷൻസും ഫീലിങ്സും ഒക്കെ വരുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അവർ നിങ്ങളിൽ നിന്നും മറച്ചിപ്പോ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ അറിയണ്ട, ആ ഒരു ടൈം ആവുമ്പോൾ അറിയട്ടെ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ടൊക്കെ ഈ ഒരു ക്ലൂസിന് കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഉത്രം എന്നൊരു സ്റ്റാർ, ട്രിവാൻഡ്രം എന്നൊരു ഡിസ്ട്രിക്റ്റ്, ഉത്രിട്ടാതി, 1982, ആർ എന്നൊരു ലെറ്റർ, മകം എന്നൊരു സ്റ്റാർ, എൻ എന്നൊരു ലെറ്റർ, തിരുവാതിര, വയനാട്, ഒക്ടോബർ മന്ത്, 1993, തിരുവോണം എന്നൊരു സ്റ്റാർ, ജൂലൈ മന്ത് വന്നിട്ടുണ്ട്, 38, ആർ എന്നൊരു ലെറ്റർ, കാപ്രിക്കോൺ സോഡിയാക് സൈൻ, മാർച്ച് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്, തൃക്കേട്ട, പി എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്, ട്രിവാൻഡ്രം അഗെയിൻ വന്നിട്ടുണ്ട്, ഏരീസ് എന്നൊരു സോഡിയാക് സൈൻ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ വീഡിയോ റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്ത് അറിയിക്കുക. വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.